ഹലോ, ഐ വെൽക്കം യു ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം കോഡ സിന്ധുജ. അന്നേരം ഇനി ഒരു ചെറിയ വ്ളോഗ്, ഒരു ന്യൂട്രീഷൻ വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നേരം ഇന്ന് നമ്മൾ പലർക്കും പരിചിതമില്ലാത്ത ഒരു ഫ്രൂട്ടിനെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ചിലവർക്കെങ്കിലും അറിയാം, പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. ആ ഫ്രൂട്ടാണ് നമ്മുടെ ഈ ഫ്രൂട്ട് ലെവൻ. ഈ ഫ്രൂട്ടിനെ പറയുന്ന പേരാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ചില സൂപ്പർ മാർക്കറ്റ് മോളുകളിലൊക്കെ നിങ്ങൾക്കിത് കാണാം. ചിലപ്പോൾ ചില ഫ്രൂട്ട് സ്റ്റോളുകളിലും കണ്ടെന്ന് വരാം. എനിക്കിത് കിട്ടിയത് സെൻട്രിയൽ മോൾ. ഞാൻ അന്നൊരു വ്ലോഗ് ഇട്ടിരുന്നു, ഒരു ഡയറ്റ് പ്ലാൻ എടുക്കാൻ പോയ ഡയറ്റ് പ്ലാൻ്റെ റോ മെറ്റീരിയൽസ്, അവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്. ഇതിൻ്റെ കോസ്റ്റ് ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് 69 റുപ്പീസ് ആയിരുന്നു ഈ ഒരു പീസിന്. അപ്പോൾ കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇതിൻ്റെ ന്യൂട്രിറ്റീവ് സൈഡ്സ് പറയാനാണ് ഞാനിത് എടുത്തത്. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് വിറ്റാമിൻ സി കുറവുണ്ട്, പിന്നെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ അവർക്കൊക്കെ യോജിക്കുന്നൊരു ഫ്രൂട്ടാണ് ഈ പറയുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ കോസ്റ്റ്ലി ആണെങ്കിലും അതിനകത്ത് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഓർക്കുക. വിറ്റാമിൻ സി ഉണ്ട്, പിന്നെ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും, ദഹനത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് നല്ലതാണ്. പിന്നെ നമുക്ക് ലൈക്കോപ്പീൻ കണ്ടൻറ്റ് ഇതിലുണ്ട് ബയോളജിക്കലി. അപ്പോൾ അത് നമ്മുടെ സ്കിന്നല്ല, നമ്മുടെ ക്യാൻസറിൻ്റെ ഒക്കറൻസ് കുറയ്ക്കാൻ സഹായിക്കും, റിസ്ക് ഓഫ് ക്യാൻസർ കുറയ്ക്കും. പിന്നെ ഹാർട്ടിൻ്റെ ഒരു ഹെൽത്തിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റിനും ആ കാര്യങ്ങൾ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി നമുക്കിത് ചെയ്യാം. അതായത് ഈ ഹാർട്ടിൻ്റെ ഒരു ഹെൽത്തി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, സണ്ണിൽ നിന്നും സ്കിൻ ടാനിങ് റിഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് പലർക്കും അറിയില്ല. അതാണ് ആദ്യം ഞാൻ എൻ്റെ ഒരു നമ്മുടെ ചപ്പാത്തിയുടെ ഒരു ഇതുണ്ടല്ലോ, മാർബിൾ സംഭവം, അതാ വെച്ച് നിങ്ങൾക്ക് സർഫസ് ഉണ്ടെങ്കിൽ അതിൽ വെക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മളിത് എന്ത് ചെയ്യുക, ഈ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ കുറുകെ ഇങ്ങനെ കട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഹിയർ വി ഗോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി, ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഇത് കഴിഞ്ഞ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഇതിനകം കാണുക. ഇതിനകത്തുള്ള സർഫസാണ് തിന്നേണ്ടത്, പുറത്തുള്ളത് തിന്നരുത്. തിന്നു കഴിഞ്ഞാൽ ഇത് കയ്പ്പാണ്. ഈ തോട് തിന്നു കഴിഞ്ഞാൽ കയ്പ്പും സ്റ്റൊമക്ക് ഇഷ്യൂസും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യമുള്ളൂ. ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ അഴുക്ക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ബൗണ്ടറിയിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് വിടുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മൾ കഴിക്കേണ്ടത്. സോ ദ എഡിബിൾ പാർട്ട് ഓഫ് ദിസ് ഈസ് ദ വൺ വിച്ച് ഐ എം സ്കൂപ്പിംഗ്. So I know there are so many other language subscribers of mine who didn't understand anything. So this is basically the dragon fruit. I showed the way, no matter what the language is, how to cut. Then after that you have to scoop it with the help of a spoon. Any spoon will do like this. And be careful you don't eat this pink wala outer layer, because stomach pain and everything will come. It's very toxic in a way. So just eat this part. Just scoop it out and eat this part. That's it. Throw this out. ഇത് ജസ്റ്റ് എടുത്ത് കളയുക. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ്. കട്ട് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചുഴണ്ടി എടുക്കുക. ഈ ഭാഗം കളയാം. നമ്മൾ വിചാരിക്കും കളർഫുൾ ആയതുകൊണ്ട് അത് തിന്നാൻ വയറ്റിന് നല്ല പണി കിട്ടും. പറഞ്ഞില്ല എന്ന് വേണ്ട. സ്ഥിരം കഴിക്കുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് അറിഞ്ഞുകൂടാ. പണി കിട്ടുമ്പോൾ അവർക്കറിയാം. അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഐസ്ക്രീം തിന്നത്തില്ലേ, അതുപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കഴിക്കുന്നത്. അപ്പം മീൻസ് ഞാൻ എൻ്റെ ഡയറ്റ് എടുത്ത പിന്നീട് എൻ്റെ ട്രെയിനർ വിശാഖ് പറഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എടുക്കുന്നൊരു സംഭവമാണ്. ഞാൻ തിന്നുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. ആദ്യം ഞാൻ ചോറിൻ്റെ പരിപാടി കഴിയട്ടെ. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇത് നല്ല ഒരു പിങ്ക് കളറിലുള്ളൊരു സാധനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇതിൻ്റെ ഫ്ലഷ് നല്ല ഡാർക്ക് പിങ്ക് ആണെങ്കിൽ ടേസ്റ്റും നല്ലതാണെന്ന് പറയുന്നു. ലെറ്റ് മീ ട്രൈ. ഇപ്പം അറിയാം എന്താണ് പാലിൽ എത്ര ക്വാണ്ടിറ്റി വെള്ളം ഉണ്ടെന്നുള്ളതൊക്കെ ഇപ്പം അറിയാം. സ്വയം തിന്നുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. മറ്റുള്ളവൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടത്തില്ലല്ലോ. സോ ദാറ്റ്സ് ദ പോയിന്റ്. വാലന്റൈൻസ് ഡേക്ക് എനിക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. ചുരണ്ടിയിരിക്കുക. എന്താ പണി കഴിഞ്ഞു. ഇനി ഒന്ന് കഴിച്ചു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നു. ലിറ്റിൽ ബിറ്റ് ഓഫ് സോർ ടേസ്റ്റ് ഇറ്റ് ഈസ്. കുറച്ചൊരു പുളിപ്പ് രസം പോലെയാണ്. മേ ബി എൻ്റെ അത്ര ബ്രൈറ്റ് ആയിരുന്നിരിക്കില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഈ
ഫ്രൂട്ട് മേടിക്കുന്നതിൽ. ഇത് വെച്ച് നിങ്ങൾക്ക് ഷേക്ക് അടിക്കാം, ചുമ്മാ ഷേക്ക് പോലെ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. ഇറ്റ്സ് അപ് ടു യു. ഞാനിത് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് മിനുങ്ങണമെങ്കിലും ഡയറ്റ് കോൺഷ്യസും വിറ്റാമിൻ സി ഇമ്മ്യൂണിറ്റിയും വെക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. നമുക്കറിയാം രുചിയുള്ള സംഭവങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പിസ്സ, ബർഗർ ഇതൊക്കെ തിന്നുന്നത് അത് ജങ്ക് ഫുഡാണ്. അതിന് ഹെൽത്തിൽ വല്ല എഫക്റ്റ് ഉണ്ടോ? നെവർ. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് ശരീരത്തിന് പിടിച്ച് എന്നെപ്പോലെ നല്ലൊരു സ്ട്രക്ചറും ക്യൂട്ടും ഹോട്ടും ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ബിറ്റർ കഴിക്കണം. കഴിച്ചാൽ നമ്മൾ എഫേർട്ട് എടുത്തല്ലേ പുറത്തത് കാണിക്കത്തുള്ളൂ. സോ ദിസ് തിങ്. അപ്പം ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് ദിസ് ചോട്ടാ മിനി ന്യൂട്രീഷൻ വ്ളോഗ്. ഇപ്പോൾ ഗ്ലാം ഗോഡ് സിന്ധുജ ഇത് കൺസ്യൂം ചെയ്യുന്നു. നിങ്ങളും കഴിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്കാണ് ഗുണം. ഞാൻ കഴിച്ചാൽ എനിക്കാണ് ഗുണം. അപ്പം എൻ്റെ ഈ വ്ളോഗ് കണ്ട് സഹകരിച്ച എല്ലാ നല്ല സബ്സ്ക്രൈബേഴ്സിനും ഒരു നല്ല വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഈ വ്ളോഗ് വരുമ്പോൾ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ടുണ്ടാവും. വാലന്റൈൻസ് ഡേ തന്നെയാണ്. വാലന്റൈൻസ് ഡേൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ ഇതും ചെയ്യുന്നത്, ഈ ന്യൂട്രീഷൻ വ്ളോഗ്. അപ്പം എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും പ്ലീസ് ഡു keep on watch my vlogs, subscribe my YouTube channel Glam Goddess Sindhuja. So until I meet you all with another interesting vlog session, this is your Glam Goddess Sindhuja signing off. Bye bye, take care, love you all.